നമസ്കാരം. പ്രതിപക്ഷ നേതാവായിരിക്കുക എന്നതുപോലെ അത്ര എളുപ്പമല്ല മുഖ്യമന്ത്രിയായിരിക്കുക എന്നത്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ കുറ്റങ്ങൾ, സർക്കാരിൻ്റെ കുറ്റങ്ങൾ കണ്ടെത്തി അതിൽ വിമർശനം ഉന്നയിക്കുക എന്ന ഒരു ജോലി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ക്രിയാത്മക പ്രതിപക്ഷം എന്നൊക്കെ പേരിന് പറയാമെങ്കിലും സാധാരണ പ്രതിപക്ഷം അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരിക്കുന്ന വി സതീശനെ വെല്ലുവിളികൾ ഏറെയാണ്. ഇതിനു മുൻപ് ഒരു മന്ത്രി പോലും ആയിട്ടില്ല എന്നോർക്കണം. മാത്രമല്ല, ഇക്കുറി മറുവശത്തെ രണ്ടു പ്രതിപക്ഷമുണ്ട്. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന LDFും 3 പ്രഗത്ഭന്മാർ ഒരുമിച്ച് നേതൃത്വം കൊടുക്കുന്ന BJPയും. BJPയുടെ പ്രതിപക്ഷ റോളിനെ ചെറുതായി കണ്ടുകൂടാ. ഈ സർക്കാർ ചുമതലയേറ്റ ശേഷം ആദ്യത്തെ സമരം നടത്തിയത് BJP ആയിരുന്നു. KSRTC ബസ്സിലെ സൗജന്യ യാത്രയ്ക്ക് വേണ്ടി മഹിളാ മോർച്ചയായിരുന്നു ആദ്യത്തെ സമരക്കാർ. സമരം നടത്തുന്ന കാര്യത്തിൽ CPMന് ആരും പ്രത്യേക പരിശീലനമോ ഉപദേശമോ കൊടുക്കേണ്ടതുമില്ല. അതുകൊണ്ട് തന്നെ വി സതീശൻ്റെ ദിനങ്ങൾ വളരെ കഠിനമായിരിക്കും എന്ന് തീർച്ച. സത്യപ്രതിജ്ഞ ചെയ്ത് ഒരാഴ്ച പൂർത്തിയാകുന്നതിന് മുൻപ് ഏറ്റവും വലിയൊരു പരീക്ഷണം സതീശന് മുൻപിലെത്തിയിരിക്കുന്നു. സതീശൻ മന്ത്രിസഭയുടെ ആദ്യത്തെ തീവ്ര പരീക്ഷണമായിരിക്കും കിഴക്കമ്പലം പഞ്ചായത്തിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കുടിയിറക്ക വിവാദം. ഒരു വശത്ത് CPMൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. മറുവശത്ത് അതിന് ഘടകവിരുദ്ധമായി കോടതി കട്ടക്കലിപ്പിലിറങ്ങി അവർ പറയുന്നത് പോലെ ചെയ്യണം എന്നാവശ്യപ്പെടുന്നു. കോടതികൾ പറയുന്നത് അതേപടി ചെയ്യുകയാണ് സർക്കാരുകളുടെ ജോലി. എന്നാൽ കോടതി ഉത്തരവ് നടപ്പിലാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM ജനപിന്തുണയോടെ സമരം ചെയ്യുമ്പോൾ എങ്ങനെ ഇതിൽ നിന്നും തലയൂരാം എന്നത് സതീശൻ നേരിടുന്ന വെല്ലുവിളിയായി മാറുന്നു. ഇതൊരു വല്ലാത്ത പരീക്ഷണം തന്നെയാണ്. കോടതി വിധി നടപ്പിലാക്കാനുള്ളതാണ്. താഴത്തെ തട്ടിലെ കോടതി വിധിയാണെങ്കിൽ നമുക്ക് സുപ്രീം കോടതി വരെ പോയി ഫൈറ്റ് ചെയ്യാം. എന്നാൽ ഇത് സുപ്രീം കോടതിയുടെ വിധിയാണ്. ആ വിധി നടപ്പിലാക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഈ കേസിൻ്റെ പശ്ചാത്തലം ആദ്യം മനസ്സിലാക്കുക. ശങ്കരൻ നായർ എന്നു പേരുള്ള ഒരാൾ 58 വർഷം മുൻപ്, ഇന്നോ ഇന്നലെ അല്ല, 58 വർഷം മുമ്പ്, ശങ്കരൻ നായർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ഉറപ്പില്ല, 58 വർഷം മുമ്പ് ശങ്കരൻ നായർ എന്നൊരാൾ ഒരു കേസ് കൊടുക്കുന്നു പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ. ആ കേസിൽ ശങ്കരൻ നായർ ആവശ്യപ്പെട്ടത് കാളുകുറുമ്പൻ എന്നു പേരുള്ള ഒരാൾ തൻ്റെ കൈവശമുള്ള, തൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള 2 ഏക്കർ 65 സെൻറ്റ് സ്ഥലം അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുന്നു, ഒഴിപ്പിക്കണമെന്നാണ്. പെരുമ്പാവൂർ കോടതി അതിന് അനുമതി നൽകി. ആ വിധിക്കെതിരെ ഡിസ്ട്രിക്ട് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ പോയി. 58 വർഷം നീണ്ട പോരാട്ടത്തിനൊടുവിൽ ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ശങ്കരൻ നായർക്കാണെന്ന് സുപ്രീം കോടതി തീർപ്പ് കൽപ്പിക്കുന്നു. പക്ഷേ എന്നിട്ടും കാളുകുറുമ്പിൻ്റെ പിന്തുടർച്ചാവകാശികളെ ഒഴിപ്പിക്കാൻ ആർക്കും കഴിയുന്നില്ല. 7ഓളം കുടുംബങ്ങളാണ് അവിടെ പാർക്കുന്നത്. അവർ പറയുന്നത്, ഞങ്ങൾ 100 വർഷത്തിലധികമായി ഇവിടെ പാർക്കുകയാണ്, ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഇതെന്ത് നിയമം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ എന്ത് ചെയ്യാൻ എന്നാണ് അവരുടെ വാദം. പലതവണ കോടതിയിലെത്തുന്നു. ഒടുവിൽ ഹൈക്കോടതി കർശന നിർദ്ദേശത്തോടുകൂടി സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാനുള്ള ചുമതല പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി ഏൽപ്പിക്കുന്നു. പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം ആമീനും അഭിഭാഷക കമ്മീഷനും പോലീസ് സഹായത്തോടുകൂടി 14 തവണ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. നാട്ടുകാർ എതിർക്കുന്നു, അതോടെ നടക്കാതെ പോകുന്നു. വീണ്ടും ഹൈക്കോടതി ബഹളം വയ്ക്കുന്നു, അന്തിമ ശാസനം കൊടുക്കുന്നു. അങ്ങനെ ഒരു ദിവസം പോലും വൈകിപ്പിക്കരുത് എന്ന് ഉത്തരവിടുന്നു. അങ്ങനെയാണ് 20-ാം തീയതി കുടിയൊഴിപ്പിക്കൽ ശ്രമം നടന്നതും അത് വാർത്തയാകുന്നതും. ഇതിനിടെ സർക്കാർ മാറുന്നു. അതിൻ്റെ ഒരു ദിവസം മുമ്പ് മാത്രം വി സതീശൻ മുഖ്യമന്ത്രിയാവുന്നു. CPMന് കോളടിച്ച മട്ടായി. തോറ്റ സ്ഥലം MLA PV ശ്രീനിജൻ ഓടിയെത്തുന്നു, സംഭവം മൂപ്പിക്കുന്നു. ശ്രീനിജനോട് ചില നാട്ടുകാർ കഴിഞ്ഞ 10 വർഷം നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ച് ബഹളമൊക്കെ വെച്ചെങ്കിലും ഇതൊരു പ്രതിസന്ധിയായി തന്നെ തുടരുന്നു. വി സതീശനെതിരെ ഇതിനേക്കാൾ വലിയ ഒരവസരമില്ല എന്ന് തിരിച്ചറിഞ്ഞ CPM ഇത് ഏറ്റെടുക്കുന്നു. മന്ത്രി P രാജീവ് ഇന്നലെ സ്ഥലത്തെത്തി വമ്പൻ പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ മാറി എന്നതുകൊണ്ട് പാവപ്പെട്ട ദളിതരെ ഇറക്കിവിടാൻ സമ്മതിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. എല്ലാ കുടുംബങ്ങൾക്കും ചട്ടപ്രകാരം തന്നെ പട്ടയം നൽകുകയാണ് വേണ്ടത്. ആ നടപടികൾ പൂർത്തീകരിക്കുന്നതിന് മുൻപ് സർക്കാർ മാറി എന്നൊറ്റ കാരണം കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബലപ്രയോഗത്തിലേക്ക് എത്തിയത് അങ്ങേറ്റം പ്രതിഷേധാർഹമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സംരക്ഷണ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നത്. നോക്കണേ, കഴിഞ്ഞ 10 വർഷം ഭരിച്ചപ്പോൾ അവർക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. സുപ്രീം കോടതി ഉത്തരവ് വന്ന് 3 വർഷമായിട്ടും അവർ തിരിഞ്ഞു നോക്കിയില്ല. ഇറങ്ങിപ്പോയ ഉടൻ സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമായി അവർ അത് ഏറ്റെടുക്കുന്നു. കേവലം പ്രാദേശികമായ ഒരു വിഷയത്തിനപ്പുറത്തേക്ക് ദളിത് സമൂഹത്തിനെതിരെ
UDF സർക്കാരിൻ്റെ ഭീകരമായ പോലീസ് നരനായാട്ടെ എന്ന തരത്തിൽ ഇതിനെ വളർത്തിയെടുക്കാനും സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിക്കാനുമാണ് CPM-ന്റെ തീരുമാനം. എന്നാൽ കോടതി അല്പം പോലും അയയുന്നില്ല. 20-ാം തീയതിയിലെ സംഭവ വികാസങ്ങൾ കൊണ്ട് ഒഴിപ്പിക്കൽ നടന്നില്ല എന്ന് അഭിഭാഷക കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നു. പോലീസ് സഹകരിച്ചില്ല, പോലീസ് പിന്മാറി എന്ന് കോടതിയോട് അഭിഭാഷക കമ്മീഷൻ പറയുന്നു. കോടതി കർശനമായി പോലീസിനോട് പറയുന്നു, അഭിഭാഷക കമ്മീഷനും ആമീനും നിങ്ങൾ പിന്തുണ കൊടുക്കുക, നാളെ തന്നെ കുടിയൊഴിപ്പിക്കുക എന്ന് വെച്ചാൽ ഇന്ന് വീണ്ടും പോലീസ് സംഘം അവിടെ എത്തും. ആഭ്യന്തരമന്ത്രി ഇടപെട്ട് പിൻവലിപ്പിച്ചു എന്നത് സത്യമാണെങ്കിലും ആഭ്യന്തരമന്ത്രി പറയുന്നതാണോ കോടതി പറയുന്നതാണോ പ്രധാനപ്പെട്ടതെന്ന് ചോദ്യമുണ്ടാവുന്നു. ആഭ്യന്തരമന്ത്രി പറഞ്ഞു നിങ്ങൾ തൽക്കാലം പിന്മാറൂ, ആരോട് ചോദിച്ചിട്ട് പോയി എന്ന്. പക്ഷേ ആ ഓപ്ഷൻ ഇല്ലാതാവുന്നു. കോടതി പറയുന്നു ആഭ്യന്തരമന്ത്രിയല്ല, താനാണ് തീരുമാനിക്കുന്നത്, അതുകൊണ്ട് അടിയന്തരമായി കുടിയൊഴിപ്പിക്കൂ. ആഭ്യന്തരമന്ത്രി ധിക്കരിച്ചെന്ന് പോലീസ് സംഘത്തിന് അവിടേക്ക് പോവേണ്ടി വരും. CPM-കാർ എതിർക്കാൻ വേണ്ടി ശക്തിയുക്തം സ്ഥലത്തുണ്ട്. ഈ ഒരു വലിയ പ്രതിസന്ധി, ഒരു വശത്ത് കോടതിയുടെ കാർക്കശ നിലപാട്, മറുവശത്ത് CPM-ന്റെ നേതൃത്വത്തിൽ കോളനിക്ക് വേണ്ടിയുള്ള ആരവം. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കും? ചർച്ച നടത്തി ഒരു ദിവസം പോലും മാറ്റിവെക്കാൻ കോടതി സമ്മതിക്കില്ല. സാധാരണ ഇത്തരം പ്രതിസന്ധികൾ രൂപപ്പെടുമ്പോൾ സർക്കാർ ചെയ്യുന്നത് ചർച്ച നടത്തി നീട്ടിക്കൊണ്ടു പോവുകയാണ്. അതായിരുന്നു CPM-കാർ ചെയ്തത്. എന്നാൽ കോടതി അനുവദിക്കുന്നില്ല. ഒരു കാരണവശാലും വൈകരുതെന്ന് കോടതി പറയുമ്പോൾ VD സതീശൻ സർക്കാർ എന്തു ചെയ്യും? ഈ സർക്കാർ നേരിടുന്ന ആദ്യത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയായി ഇത് മാറുകയാണ്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ സ്ഥിതിഗതികൾ അന്വേഷിക്കുന്നു. എടുത്തു ചാടി ഒന്നും ചെയ്യരുതേ എന്ന് പോലീസിനോട് പറയുമ്പോഴും പോലീസ് ആധിയിലാണ്. പോലീസിനെതിരെ കോടതി നടപടിയെടുക്കാം, അത്ര കർശനമായ നിർദ്ദേശമാണ് കോടതി കൊടുത്തിരിക്കുന്നത്. ആകെപ്പാടെ പെട്ടിരിക്കുകയാണ് സർക്കാർ. എങ്ങനെ ഇതിൽ നിന്നും തലയൂരും എന്ന് കണ്ടറിയണം.